തിരുവനന്തപുരത്ത് 9 സീറ്റുകൾ UDF ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് സൂചന. സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിക്കും. 9 സീറ്റ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ LDF കഴിഞ്ഞ തവണ 13, UDF-നാകെ 1 കോവളം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അവിടെയാണ് ഇപ്പോൾ 9 സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ VS ശിവകുമാർ, അദ്ദേഹം മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ്. KS ശബരിനാഥൻ KPCC ജനറൽ സെക്രട്ടറി, മുൻ MLA കൂടിയാണ്. അതോടൊപ്പം T ശരത്ചന്ദ്ര പ്രസാദിന്റെ പേര് കേൾക്കുന്നു, KPCC ജനറൽ സെക്രട്ടറിയാണ്. നേമത്ത് ഡോക്ടർ GV ഹരി, ജവഹർ ബാലമഞ്ചിൽ ദേശീയ ചെയർമാനാണ്. മണക്കാട് സുരേഷ് KPCC ജനറൽ സെക്രട്ടറി. NS നുസൂർ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. വട്ടിയൂർക്കാവിൽ K മുരളീധരനായിരിക്കും മുൻ KPCC പ്രസിഡന്റ്. KS ശബരിനാഥൻ മത്സരിക്കുമെന്നുള്ളതും നമുക്ക് സൂചന ലഭിക്കുകയാണ്. കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദിനെയാണ് പ്രതീക്ഷിക്കുന്ന. ഈ വിവരങ്ങളുമായി റോഷി തുടരുന്നുണ്ട്. റോഷി, തലസ്ഥാനത്ത് മത്സരം ശക്തമാണ്. അവിടെ BJP കൂടി ശക്തരായ സ്ഥാനാർത്ഥികൾ, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു, A ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളല്ലേ കോൺഗ്രസ് നിർത്തുക? ഇപ്പോൾ പുറത്തു വരുന്ന പേരുകളിൽ ഏതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാം റോഷി? സ്മൃതി, തിരുവനന്തപുരത്ത് 14 നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ കോവളം മാത്രമാണ് UDF-നൊപ്പമുള്ളത്. മറ്റ് 13 മണ്ഡലങ്ങളും LDF കഴിഞ്ഞ തവണ വിജയിച്ചു. 2016 ഇങ്ങനെയായിരുന്നില്ല. 2016 UDF-ന് കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുണ്ടായിരുന്നു. അത് വട്ടിയൂർക്കാവ് ഉണ്ടായിരുന്നു, അതിനൊപ്പം അരുവിക്കര ഉണ്ടായിരുന്നു, ഒപ്പം കോവളവും ഉണ്ടായിരുന്നു, സെൻട്രൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള 4 മണ്ഡലങ്ങളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് വലിയ തിരിച്ചടി ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കൂടുതൽ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക, അതിൽ ലക്ഷ്യം വെക്കുന്നത് 9 നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 4 മണ്ഡലങ്ങൾ വിജയം ഉറപ്പാണെന്ന് UDF വിലയിരുത്തുന്നുണ്ട്. അതിൽ തിരുവനന്തപുരം സെൻട്രലും വട്ടിയൂർക്കാവും ഒക്കെ വിജയം ഉറപ്പാണ് എന്ന നിഗമനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ സാധ്യതാ പട്ടികയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഈ സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ആണെങ്കിൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ VS ശിവകുമാറും KS ശബരിനാഥൻ, T ശരത്ചന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് സാധ്യതാ പട്ടികയിൽ. നേമത്ത് GV ഹരിയും മണക്കാട് സുരേഷും NS നുസൂറും സാധ്യതാ പട്ടികയിലുണ്ട്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അവിടെ KS ശബരിനാഥൻ കൂടി, K മുരളീധരൻ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ KS ശബരിനാഥനെയും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം കഴക്കൂട്ടത്ത് ഈ തവണ കടുത്ത മത്സരം നടക്കുമെന്ന് ഉറപ്പാണ്. ത്രികോണ മത്സരമായിരിക്കും. അവിടെ ഈ തവണ മണ്ഡലം പിടിക്കാനായി നേരത്തെ മത്സരിച്ച ഡോക്ടർ SS ലാല് അല്ലെങ്കിൽ T ശരത്ചന്ദ്ര പ്രസാദ് KPCC ജനറൽ സെക്രട്ടറിയാണ്, അതിനൊപ്പം മുൻ MLA കൂടിയാണ്. JS അഖിൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മുൻ ദേശീയ കോർഡിനേറ്ററാണ്. അരുവിക്കര കൈവിട്ടുപോയ മണ്ഡലമാണ്. തിരിച്ചുപിടിക്കാൻ വേണ്ടി 3 പേരുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. ഒന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ MR ബിജുവാണ്, യുവനേതാവാണ്. MM ഹസൻ, മുൻ KPCC അധ്യക്ഷൻ, മുൻ MLA, മുൻ മന്ത്രി, മുൻ MLA, അരുവിക്കരയിലെ മുൻ MLA കൂടെ KS ശബരിനാഥന്റെ പേരുകൂടി അരുവിക്കരയിൽ പരിഗണിക്കുന്നുണ്ട്. വർക്കല കഹാർ, മുൻ MLA വർക്കല കഹാറിനെ ഇറക്കി വർക്കല തിരിച്ചുപിടിക്കാനുള്ള നീക്കം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ട്. അവിടെ യുവ നേതാവ് MJ ആനന്ദിന്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. പാറശാലയിൽ KPCC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനലിന്റെ പേര് പരിഗണിക്കുന്നു. മുൻ ആരോഗ്യമന്ത്രി VS ശിവകുമാറിന്റെ പേര് കൂടി പാറശാലയിലുണ്ട്. കാരണം പാറശാലയിലാണ് VS ശിവകുമാറിന്റെ നാട്. നേരത്തെ പാർലമെന്റ് അംഗമാകുന്ന ഘട്ടത്തിൽ പാറശാലയിൽ വലിയ ലീഡ് VS ശിവകുമാറുണ്ടായിരുന്നു. ആ ബന്ധം ഉപയോഗിച്ച് പാറശാല പിടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുണ്ട്. നെയ്യാറ്റിൻകരയിലാണെങ്കിൽ N ശക്തൻ DCC അധ്യക്ഷനാണ്. അഡ്വക്കേറ്റ് പ്രാണകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാവാണ് പ്രാണകുമാർ. വാമനപുരത്ത് പാലോട് രവി, മുൻ DCC അധ്യക്ഷൻ, ഇപ്പോൾ KPCC ഉപാധ്യക്ഷനാണ്. പാലോട് രവിയുടെ പേരിനൊപ്പം നേരത്തെ വാമനപുരത്ത് മത്സരിച്ച ആനാട് ജയന്റെ പേരും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമായ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷൻ സുധീർ ഷാ പാലോടിന്റെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. ആറ്റിങ്ങലിൽ KPCC-യുടെ ജനറൽ സെക്രട്ടറി മുൻ സിൻഡിക്കേറ്റ് അംഗം KS ഗോപകുമാറിന്റെ പേര്, ദളിത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ AK ശശിയുടെ പേരും പരിഗണിക്കപ്പെടുന്നു. കാട്ടാക്കടയിൽ നെയ്യാറ്റിൻകര സനലിന്റെ പേര് അവിടെയും പരിഗണിക്കപ്പെടുന്നു. KPCC-യുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് നെയ്യാറ്റിൻകര സനൽ. കാട്ടാക്കടയിൽ തന്നെ മലയൻകീഴ് വേണുഗോപാൽ കഴിഞ്ഞ തവണ കാട്ടാക്കടയിൽ ജനവിധി തേടിയ നേതാവാണ്, പരിഗണിക്കപ്പെടുന്നു. നെടുമങ്ങാട് BRM ഷഫീർ, നേരത്തെ വർക്കലയിൽ മത്സരിച്ചിരുന്നു. BRM ഷഫീർ KPCC-യുടെ ജനറൽ സെക്രട്ടറിയാണ്. MA വാഹിദിനെയും നെടുമങ്ങാട് പരിഗണിക്കപ്പെടുന്നു. MA വാഹിദ് മുൻ MLA ആണ്. കോവളത്ത് സിറ്റിംഗ് സീറ്റിൽ വിൻസെന്റ് തന്നെ മത്സരിക്കും. ഉറപ്പായ മണ്ഡലം, സ്ഥാനാർത്ഥിയിൽ മാറ്റമില്ലാത്തത് തിരുവനന്തപുരത്ത് കോവളം മാത്രമാണ്. വട്ടിയൂർക്കാവിലും മുരളീധരൻ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ചിറയൻകീഴിൽ BS അനൂപ് ചിറയൻകീഴിൽ കഴിഞ്ഞ തവണ വലിയ മത്സരം കാഴ്ചവെച്ചയാളാണ്. നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അവിടെ LDF സ്ഥാനാർത്ഥി.
അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കൂടിയായ BS അനൂപിനെ തന്നെ മത്സരിപ്പിക്കുന്ന അഭിപ്രായം ശക്തമാണ്. അവിടെ സിൻഡിക്കേറ്റ് അംഗവും KPCC ജനറൽ സെക്രട്ടറിയുമായ KS ഗോപകുമാറിനെയും AK ശശിയെയും ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് AK ശശിയെ കൂടി പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് 14 മണ്ഡലം. ഇതിൽ ആറ്റിങ്ങൽ മണ്ഡലം ഇപ്പോൾ RSPയുടെ കയ്യിലാണ്. ആറ്റിങ്ങൽ മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനമാണ്. ആറ്റിങ്ങലിന് പകരം മറ്റൊരു മണ്ഡലം RSPക്ക് കൊടുക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ആറ്റിങ്ങൽ ഒരു കൃത്യമായ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കി മണ്ഡലം പിടിക്കണമെന്ന ഒരു തീരുമാനത്തോടെ തന്നെയാണ് അത് കോൺഗ്രസ് ഏറ്റെടുത്ത് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇറക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നേയുള്ളൂ. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഏതായാലും 13 സീറ്റിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുക കോൺഗ്രസ് തന്നെയായിരിക്കും. ഒരു സീറ്റാണ് ഇപ്പോൾ ഘടകകക്ഷി RSP. ആ സീറ്റ് കൂടി ഏറ്റെടുത്താൽ തിരുവനന്തപുരത്തെ എല്ലാ സീറ്റിലും കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് സാധ്യത. അതിൽ ചിലയിടങ്ങളിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സർപ്രൈസ് സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം നേമമാണ്. നേമത്ത് LDFന്റെയും BJPയുടെ ഒക്കെ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് രൂപമാകുമ്പോഴായിരിക്കും ഒരുപക്ഷെ നിലവിലെ സ്ഥാനാർത്ഥി പട്ടികയുള്ള സാധ്യതയിൽ നിന്നും മറ്റൊരാൾ വരാൻ സാധ്യത. അതിനൊപ്പം തന്നെ കഴക്കൂട്ടത്തും ഒരുപക്ഷെ സർപ്രൈസ് സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ടെന്നാണ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. രണ്ടിടങ്ങളിലും വനിതാ സ്ഥാനാർത്ഥികളെ കൂടി പരിഗണിക്കുന്നുണ്ട്. വലിയ ജനസ്വാധീനമുള്ള വനിതാ സ്ഥാനാർത്ഥികളെ അവിടെ എത്തിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞു കേട്ടതിലൊന്നും വനിതകളുടെ പേരില്ല, പക്ഷേ സർപ്രൈസ് ആയി വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ റോഷിബാൽ നൽകുന്നത്.